പേര് കിട്ടി. സ്റ്റീവ്. ഗൈസ്, നമ്മുടെ വേൾഡിൻ്റെ പേര് കിട്ടി. ഐ ആം സ്റ്റീവ്. ആൻഡ് ഹാർഡ് കോറിൻ്റെ മൂഡ് ഇപ്പോൾ ഉണ്ട് പെട്രോക്കിൻ്റെ അകത്ത്. കൊള്ളാം, കുറേ നാൾ ഇതൊക്കെ. ആൻഡ് നമുക്ക് നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സർവൈവൽ വേൾഡ്. ബ്രോ, ഓക്കെ, എൻ്റെ ഒരു ഷാഡോ ഉണ്ട്. ഷാഡോ പക്ഷേ ഗെയിമിൽ ഇല്ലെന്നേ ഉള്ളൂ. റിയൽ ലൈഫ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. എനിക്ക് ഗൈഡ് ചെയ്യാം ബ്രോയ്ക്ക് തന്നെ. ഓക്കെ, നമ്മുടെ വേൾഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളിടത്താണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. മരം മുറിക്കുക ആദ്യം തന്നെ. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എൻ്റർ ഡ്രാഗനെ കൊല്ലുക, വീട് പണിയുക, നമ്മുടെ സർവൈവൽ സീരീസിനെ എൻ്റർടൈൻമെൻ്റ് ആക്കുക. എനിക്ക് കഷ്ടപ്പെടുന്നേ. പക്ഷെ ആദ്യം നമ്മൾ മരമൊക്കെ മുറിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എൻ്റെ ചെസ്റ്റ് പണി. ഓ സോറി, ക്രാഫ്റ്റിംഗ് ടേബിൾ. സോറി, മൈ മിസ്റ്റേക്ക്. പിക്കാക്സ് ആൻഡ് ആക്സ് മണ്ണേക്കാം. ആ കേവിലേക്ക് പോകുന്നതാണോ ബുദ്ധി? ആ, ഒരു കാര്യം, ഷീപ്പിനെ കൊല്ലാം. നമുക്കിപ്പോൾ വേണ്ട ഷീപ്പിനെ ഫുഡിനെ വന്ന് എന്നിട്ട് നമ്മൾ നേരെ കേവിലേക്ക് ഇറങ്ങുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണം അയൺ. രാത്രി ആകുമ്പോഴത്തേക്കും അയൺ ഇതൊക്കെ വേണം നമുക്ക്. ഇത് ഷീപ്പ് ഒന്നും ജാവയുടെ ഓർമ്മയില്ലെന്നോ. വീട് പണിയാൻ പറ്റിയ സ്ഥലമല്ലേ? നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന വീട് പണിയാൻ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ കോഴിയൊക്കെ കൂടി. ഓക്കെ, വീട് പണിയാൻ പറ്റിയൊരു സ്ഥലം. ഓ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ സ്ഥലം കൊള്ളാം ഗൈസ്, ഈ സ്ഥലം കൊള്ളാം. ഇവിടെ അടുത്ത് തന്നെ റവീൻ, വലിയൊരു കേവ് പോലത്തെ സ്ഥലമുണ്ട്. ഇവിടെ വേണ്ട, ഇത് ഇച്ചിരി എന്തോ പോലെ തോന്നിക്കുന്നു. നമുക്ക് ഇച്ചിരി കൂടെ ഉയരം കൂടിയ സ്ഥലത്ത് പണിയാം. ഇച്ചിരി മണ്ടയ്ക്ക് പണിയാണ് എൻ്റെ പ്ലാൻ. മണ്ടയ്ക്ക് ഷീപ്പ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ മണ്ടയ്ക്ക് പണിയണം, അല്ലെങ്കിൽ കടലിൻ്റെ അടുത്ത്. ഓക്കെ, നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ അത്രയുള്ള വൂള് കിട്ടി. അതിന് നമുക്ക് ഫുഡിനും കടലിൻ്റെ അടുത്ത് പണിയും. ഇല്ല, കടലിൻ്റെ അടുത്ത് പണിയാം. അപ്പോൾ ഫാം ചെയ്യാൻ നല്ലതായിരിക്കും. ഫാം ചെയ്യാൻ ഫുഡിനും. അപ്പോൾ എവിടെ മണ്ടക്കായണമൊന്നും അല്ല. നോക്കിയേ, വേറെ മനുഷ്യനെ അതെവിടെ കണ്ട മനുഷ്യനാണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ മൂവ്. ചാവല്. ഓ നോ. ഹായ്, 3 ഹാർട്ട്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ എനിമിയെ കൊന്നു, സ്കെൽട്ടനെ. ഓക്കെ, എൻ്റെ സർവൈവ് സീസിച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആദ്യം നമുക്കൊരു വീട് പണിയണം കഴിയും. നീ സഹായിക്കാം.
വീട് ആദ്യം നമുക്ക് നല്ല സ്ഥലം കണ്ടുപിടിക്കണം വീട് പണിയാൻ. ഒന്നുകിൽ ഒരു പുഴയുടെ അടുത്ത് അല്ലെങ്കിൽ കടലിൻ്റെ അടുത്ത് പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലം വേണം. ഇങ്ങനത്തെ സ്ഥലമാകുമ്പോൾ ഇച്ചിരി കൂടെ പെർഫെക്റ്റാണ് വീടിന്. പക്ഷെ അങ്ങനത്തെ സ്ഥലം കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു വലിയ റിവർ ഏരിയ. ഓ ഇതേതാ? ഒരു മിനിറ്റ്, എൻ്റെ ബോളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ 2 ബോളുണ്ട് ഗൈസ്. ഇവനെ ടൈം ചെയ്ത് നോക്കാം. പക്ഷെ എൻ്റെ 2 ബോണും പോയി. അത് വേണ്ട. എന്ത് ചെയ്യാനാ? എന്തിനാ അത് പറ. ആദ്യം പറ. അതിൻ്റെ ഓരോ ഐഡിയ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീട് പണിയാം. എങ്ങനെയുണ്ട്? എന്താടാ ഇതാതിരി? എല്ലാവരും പ്ലെയിൻസിലല്ലേ വീട് പണിയുന്നത്? നമുക്ക് ഡിഫറെൻ്റ് ആക്കാം. നമുക്ക് നമ്മുടെ വീട് ആകാശത്ത് പണിയാം. എടാ മറ്റേ സോൾസ് ആൻഡ് മാക്ക് വെച്ച് ആകാശത്ത് ലിഫ്റ്റൊക്കെ ഉണ്ടാക്കി സ്കൈയിലാക്കും നമ്മുടെ ബേസ്. സർവൈവലിന് പറ്റിയ ബേസ് ആയിരിക്കും ഗൈസ്. നമ്മളങ്ങനത്തെ ഒരു വീട് പണിയുന്നതായിരിക്കില്ലേ. ഓക്കെ, എൻ്റെ ഹങ്കർ ബാറും കുറഞ്ഞിട്ടുണ്ട്. കുറേ സ്ഥലം കണ്ടുപിടിക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള. പച്ചക്ക കഴിക്കാൻ പറ്റില്ല. പച്ചക്ക കഴിച്ചാൽ വയറ്റിൽ ദഹിക്കത്തില്ല. എന്നെപ്പോഴത്തെ ഒരു മനുഷ്യൻ്റെ അടുത്ത് മാംസം പച്ചക്ക ഞാൻ പറയുന്നത്. സ്ഥലം കണ്ടുപിടിക്കുമല്ലേ. പ്ലെയിൻസ് അല്ലേ ഉള്ള? പ്ലെയിൻസിലല്ലേ പിന്നെ കളിക്കുന്നത്. പ്ലെയിൻസ് സോറി, തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത്. നല്ല വല്ല സ്ഥലം കണ്ടുപിടിക്കുക പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ വീടിന് വേണ്ടി. മൗണ്ടൻ ഏരിയാസ് എങ്ങനെ ഉണ്ടായിരിക്കും? മൗണ്ടൻ്റെ ഹങ്കർ ബാറും ഇതായി. ആപ്പിൾ അവിടെ ആപ്പിൾ വർഷങ്ങളെടുക്കും. ഒരു പറ്റേതില്ല, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനല്ലേ പിള്ളേ. മാംസം തിന്നാതെ പിന്നെ എന്ത് ചെയ്യുന്നതാണ്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാട്ടിൻ്റെ അകത്തേക്ക് ഇറങ്ങിയാ നോക്കാം. എവിടെ 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 സ്ഥലം? നല്ലൊരു സ്ഥലം. നല്ല സ്ഥലം കിട്ടുന്നില്ല. ഒരു പെർഫെക്റ്റ് സ്ഥലമല്ല. പ്ലെയിൻസ് ആണെങ്കിലും ഇല്ല, വെള്ളമില്ല. എല്ലാം കൂടെ കിട്ടുന്ന കൊള്ളത്തില്ല. അത് ഭയങ്കര മോശം ഐഡിയയായിരുന്നു. ദുബൈക്കല്ലേ എവിടെയും? എടാ അത് ഞാൻ വെച്ച് നോക്കുവാണെങ്കിൽ അത് വർഷങ്ങളെടുക്കും. അതിനെക്കാട്ടും നല്ല ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യാം. വെള്ളമുള്ള സ്ഥലം, ഒരു വെള്ളം വെച്ച് കിട്ടിയത്. വെള്ളമുള്ള ഇപ്പം എത്ര എവിടെ കൂടെ ഒക്കെ ഓടുന്നത്?
എവിടെ? സ്ഥലം കിട്ടി, സ്ഥലം കിട്ടി. കൊള്ളാം. പെർഫെക്റ്റ്. എനിക്ക് നമുക്ക് വേണ്ടി മാത്രം ഇവിടെ ആരോ വെച്ച സ്ഥലമാണ്. ഇവിടെ മറ്റേ റോസൊക്കെ ഉണ്ട്. അല്ല നമുക്കാദ്യം ആ വീടിൻ്റെ അങ്ങോട്ട്, വീടല്ല നമ്മുടെ സ്ഥലം. കയറാം. പെർഫെക്റ്റ് ഏരിയ. നീ ബെഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. നീ എന്ത് ചെയ്യാനാ? നമുക്കിത് ഒതുക്കല്ലേ? ശവലല്ല, ഷോവൽ. രാത്രിയായി. ഓക്കെ, നമുക്ക് ഈ ഏരിയ വെച്ച് ക്ലീൻ ചെയ്യാം. വീട് പിന്നെ പണിയാടാ. ആദ്യം ഫുഡിന് വല്ലതും നോക്ക്. ഞാൻ തിന്നു. എന്ത് ഇവിടെ? എൻ്റെ ഫുഡല്ലേ നടന്നു പോകുന്നു. ഓക്കെ, ഏരിയ എക്സ്പാൻഡ് ചെയ്യണം. ഈ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യട്ടെ ആദ്യം. എടാ അത് പിന്നെ നമ്മൾ ശരിയാക്കും, മനസ്സിലായോ? ഇപ്പോൾ സ്റ്റെയർ കേസ് പോലെ പിന്നെ സെറ്റാക്കി. ഇവിടുന്ന് നമ്മൾ മണ്ടയ്ക്ക് പണിയും. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം ഇതും തയ്യാറിലായിപ്പോയത്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സ്ഥലം പണിഞ്ഞത്. നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് ഇത് ബിൽഡൊക്കെ ചെയ്ത് ഇതാക്കാം, സെറ്റപ്പാക്കാം. പെർഫെക്റ്റ് ഏരിയ, മനസ്സിലായോ? ഡേർട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഫാർം പണിയാ ആദ്യം, അല്ലേ? എന്താ ഒരുമാതിരി എന്ത് അടുത്തായി ചാടാൻ നോക്കിയത്? എടാ അതിന് ഈ സൈഡും കൂടെ ടാഗാവുന്നല്ലേ? റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇച്ചും കൂടെ പുതുക്കാനുണ്ട് ഈ സ്ഥലം. പെർഫെക്റ്റ്. അവിടെ സ്പ്രൂസ് അല്ലേ വീട് പണിയാൻ പറ്റിയ വുഡ്? അത് അവിടെ മറ്റേ വീട് പണിയാണ്. വെച്ച് കോബിൾ സ്റ്റോൺ ഒക്കെ വേണം. ക്യാമ്പ് ഫയർ, ഈ സ്റ്റോൺ വേണം. മറ്റേ ഫർണീസ് ഉണ്ടാക്കണം. ഫർണീസ് ഉണ്ടാക്കണം. ഫർണീസ് ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇനി അങ്ങോട്ടുള്ള ഇച്ചിരി പണിയൊക്കെ ഷാഡോ ചെയ്യും. ഞാൻ ഇത്ര നേരം ഞാൻ ചെയ്തു. ഇനി ഇച്ചിരി പണി ഷാഡോ ചെയ്യും. ഷാഡോ
വല്ലതൊക്കെ പറയടേ, നീ ഇങ്ങനെ ഇതിപ്പോ നീ എന്ത് ന്യൂസ് റിപ്പോർട്ടർ ആവുന്ന? ഞാൻ ന്യൂസ് റിപ്പോർട്ടറൊന്നുമല്ലേ. പിന്നെ നീ എന്തുവാ? കുറെ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടണം, അല്ലാണ്ട് നിന്റെ ഫർണിസ് ഉണ്ടാക്കാൻ 10 എണ്ണം പോരാടെ നീ. ടൂൾസ് അവിടെ മണ്ടയ്ക്ക് നമ്മുടെ ബേസ്. ഉണ്ടാക്കി ഒരെണ്ണം. നീ അത്രക്ക് പൊട്ടറാ നീ. എടാ നീ ഇതുണ്ടാക്കണം. എന്തിന് ആവശ്യം? എന്തിന് മനഃപൂർവ്വം ചെയ്തതിനൊക്കെ ആവശ്യം എന്നൊക്കെ പറയാവോ? അബദ്ധത്തിൽ പറ്റിപ്പോയതൊക്കെ ആവശ്യമാകത്തില്ല. ചാവല്ലേ നീ എന്ത് ചെയ്യുവോ? അതൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയാലേ